ഗവർണർ അതൃപ്തി പരസ്യമാക്കിയിട്ടും ബാനറുകൾ നീക്കാതെ കാലിക്കറ്റ് സർവകലാശാല. നടപടി സ്വീകരിക്കേണ്ടത് സർവകലാശാലയാണെന്ന് കൈയൊഴിയുകയാണ് പോലീസ്. ബാനറുകൾ ഉടൻ നീക്കണമെന്ന് ഗവർണർ ഉച്ചയ്ക്ക് ആവശ്യപ്പെട്ടിരുന്നു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സമീർ, ഗവർണർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആ ബാനറുകൾ കണ്ട്. ഗോ ബാക്ക് ബാനറുകളും കറുത്ത നിറത്തിലുള്ള ബാനറുകളും ഒക്കെ ഉണ്ട്. സർവകലാശാല ഒരു നടപടിയിലേക്ക് പോകില്ല എന്നതാണോ? നമുക്ക് ഒരുപക്ഷെ അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടി വരും. കാരണം ഔദ്യോഗികമായി വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിട്ടില്ല എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പക്ഷേ ഗവർണർ ഏതാണ്ട് 1 മണിയോട് കൂടെയാണ് അദ്ദേഹത്തിന്റെ അതൃപ്തി പരസ്യമാക്കിയത്. ഇവിടെ SFI സ്ഥാപിച്ചിരിക്കുന്ന ബാനറുകൾ നീക്കണം എന്നുള്ളതായിരുന്നു SFIയുടെ ആവശ്യം. ഗവർണറുടെ ആവശ്യം. അതോടൊപ്പം തന്നെ ഇത് ആരാണ് സ്ഥാപിച്ചത്, പിന്നെ എന്തുകൊണ്ട് നീക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പരസ്യം അതൃപ്തി പ്രകടമാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പോലീസിനോടും അന്വേഷിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നടപടി സ്വീകരിക്കേണ്ടത് കാലിക്കറ്റ് സർവകലാശാല അധികൃതരാണ് എന്നുള്ളതാണ് പോലീസിന്റെ സമീപനം. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഈ ബാനറുകൾ ഇവിടെ തുടരുന്നത്. ഇതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് ഈ ബാനറുകൾ ഇവിടെ SFI സ്ഥാപിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ ലോക്കൽ പോലീസ് വാക്കാൽ SFI പ്രവർത്തകരോട് നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോൾ SFI പ്രവർത്തകർ പറഞ്ഞത് ഇത് വിദ്യാർത്ഥി ക്യാമ്പസ് ആണ്, ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധവുമാണ്, അതുകൊണ്ട് ഒരു തരത്തിൽ നീക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ആദ്യം തന്നെ പോലീസിനോട് SFI വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇത് നീക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രതിഷേധത്തിലേക്കും ഒപ്പം തന്നെ സംഘർഷത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ശരി, ഗവർണർ താമസിക്കുന്ന കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിന് മുന്നിലും ആ ക്യാമ്പസിലുമൊക്കെ SFIയുടെ ഗോ ബാക്ക്, ചാൻസലർ ഗോ ബാക്ക് എന്നുള്ള കറുത്ത നിറത്തിലുള്ള തുണിയിൽ എഴുതിയ ബാനറുകളുണ്ട്. അത് നീക്കണമെന്നതായിരുന്നു ഗവർണർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ഘട്ടം വരെയും അത്തരത്തിലൊരു നടപടി അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് വിവരം. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്.